കർദിനാൾ മാർ ജോർജ് കൂവക്കാടുമായി മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ ജോസ് വി ഫിലിപ്പ് വത്തിക്കാനിൽ നടത്തിയ അഭിമുഖം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഹിസ് എമിനൻസ് ജോർജ് ജേക്കബ് കൂവക്കാട്ടിൻ്റെ അടുത്താണ്. അങ്ങയുടെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഭവം എന്താണ്? ചെറുപ്പം തൊട്ടേ നല്ലൊരു വിശ്വാസ മാതൃകയുള്ള കുടുംബത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം. നമ്മൾ സെമിനാരി പ്രവേശനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഓരോ നിമിഷത്തിലും ദൈവം നമ്മുടെ അധികാരികളിലൂടെയും ഓരോ സംഭവങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഇന്നുവരെയുള്ള ആ ഒരു വിശ്വാസ അനുഭവം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ അധികാരികളിലൂടെയും നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കുന്നു. പൗത്തിൽ പിതാവ് അങ്ങയുടെ ജീവിതത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. അത് ഒരു സഹായകമായി ആ വിശ്വാസത്തിൻ്റെ വളർച്ചയിലെന്ന് കേട്ടു. അത് നേരാണല്ലേ? തീർച്ചയായിട്ടും. സെമിനാരി പഠന കാലഘട്ടത്തിൽ തന്നെ അഭിമന്യ പൗത്യ പിതാവ് റോമിലേക്ക് പഠിക്കാനായിട്ട് വിടുമ്പോൾ ഞാൻ പിതാവ് പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യം, ദൈവശാസ്ത്രം തീർച്ചയായിട്ടും പഠിക്കണം, അത് നാട്ടിൽ പഠിക്കണം, ഇവിടെയും പഠിക്കാം. പക്ഷേ ഞാൻ റോമിലേക്ക് വിടുന്നത് കാര്യപ്രാപ്തിയുള്ള അച്ഛനാകാൻ, സഭയുടെ ആഗോളമാനം മനസ്സിലാക്കാൻ, ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ വ്യക്തിത്വ വളർച്ചയിൽ മുന്നോട്ട് പോകുവാൻ ആണെന്നൊക്കെ പറഞ്ഞ് പിതാവ് അയച്ചത് എത്ര കൃത്യമായിട്ട് പിതാവ് വീക്ഷണത്തോടുകൂടി പിതാവ് അയച്ചു. അപ്പോൾ സഭയോട് ചേർന്ന് നിന്ന് ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യം, അങ്ങനെ ചില കാഴ്ചപ്പാടുകളും ചില ബോധ്യങ്ങളും ഒക്കെ തന്ന ആദ്യമായിട്ട് കർദിനാളായ ശേഷം അച്ഛനെയും അമ്മയെയും കണ്ടു കഴിഞ്ഞപ്പോൾ അവരെന്താണ് പറഞ്ഞത്? അതോടൊപ്പം തന്നെ പിതാവ് എന്താണ് പറഞ്ഞത്? ഒരു സമ്മാനം പരിസ്ഥിതി പിതാവ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ആണ് ഞാൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതും വലിയൊരു സന്തോഷത്തിൻ്റെയും വലിയൊരു വിസ്മയത്തിൻ്റെയും ഒരു അവസരമായിരുന്നു. ആർച്ച് ബിഷപ്പായിട്ട് കാണുവാനായിട്ട് ചാച്ചന് 79 വയസ്സ് 80 വയസ്സിലേക്ക് കടക്കുന്നു. അപ്പം അതുകൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാനമെങ്കിലും കാണണമെന്ന ആഗ്രഹത്തോടുകൂടി അവർ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞു. അത് ഞാൻ പിന്നെ അവർ പറഞ്ഞപ്പോഴാണ്, അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ളതായിരുന്നു അവരുടെ. കർദിനാളായ ദിവസം ഭാരതം വരെ നമ്മളെ ബഹുമാനിക്കുന്നു എന്നതിൽ എങ്ങനെയാണ് അതിനെ കണ്ടത്? ഭാരതത്തിന് പരിശുദ്ധ പിതാവ് തന്ന ഒരു സമ്മാനവും കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പിതാവിൻ്റെ മനസ്സിലെപ്പോഴും ലോകസമാധാനത്തിന് വേണ്ടി, സഭാഐക്യത്തിന് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ പരിശുദ്ധ പിതാവ് എപ്പോഴും നടത്താറുണ്ട്. നമ്മുടെ കേരളത്തിലെ ഭരണാധികാരികളിൽ നിന്നും, കേരളത്തിലെ സഭയിലെ എല്ലാ മത മേലധ്യക്ഷന്മാരിൽ നിന്നും, ഇന്ത്യയിലെ ഭരണകൂടം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ഈ എളിയവനായ എന്നെ ആദരിക്കുവാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. ഞാനതിന് എന്നും ഇന്ത്യൻ ഭരണകൂടത്തോടും ഇന്ത്യയിലെ ജനതയോടും ഹൃദ്യമായിട്ട് നന്ദി പറയുകയും പ്രാർത്ഥനയും അനുഗ്രഹവും ചോദിക്കുകയും ചെയ്തു. മാർപ്പാപ്പ നമ്മളെക്കുറിച്ച്, ഇന്ത്യക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്താണ് പറയാറുള്ളത്? പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ഒരവസരത്തിൽ എന്നോട് ചോദിച്ച ഒരു കാര്യം, മുതിർന്നവരെ, പ്രായമായിട്ടുള്ളവരെ എങ്ങനെയാണ് നമ്മുടെ സംസ്കാരം പരിരക്ഷിക്കുന്നത്, എങ്ങനെയാണ് അവരെ പരിഗണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ചോദിക്കുകയും, അപ്പോൾ ആ ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു ശൈലിയുമൊക്കെ കുറിച്ച് പരിശുദ്ധ പിതാവായിട്ട് പങ്കുവയ്ക്കാനിടയായിട്ടുണ്ട്. പിതാവ് അതിനെ വളരെയേറെ ആദരവോടെ ശ്രവിച്ചതും വിലമതിച്ചതും ഞാൻ ഓർക്കുക. ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് മാർപ്പാപ്പ ആദ്യമേ സ്കൂൾ കാലഘട്ടങ്ങളിൽ കെമിസ്ട്രിയാണ് പഠിച്ചെന്നുള്ളത്. അത് പിതാവും എന്നല്ലേ കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ നടന്നു എന്നാണ് ഞാൻ. അപ്പോൾ ഈ രണ്ട് കെമിസ്ട്രികളുടെ ഒരു കെമിസ്ട്രി എന്താണ്? ഒരു നല്ല ചോദ്യമാണ്. എനിക്ക് ഉത്തരം നല്ലതായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. പരിശുദ്ധ പിതാവ് ആത്മബന്ധവും എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ, അത് കെമിസ്ട്രി രണ്ടുപേരും പഠിച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കെമിസ്ട്രി പഠിച്ചത് ജോലി സാധ്യതകൾ കൂടുതൽ ഉണ്ടാകാം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിലും നമുക്കത് കെമിസ്ട്രി തരുന്ന ഒരു രൂപീകരണമുണ്ട്, ഒരു മനസ്സിൻ്റെ
നമുക്കതിൽ നിന്ന് കിട്ടുന്ന ചില മൂല്യങ്ങളുമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് പരിശുദ്ധ പിതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചില മൂല്യങ്ങൾ ഞങ്ങളെല്ലാവരും അറിയാതെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യത്തിലും കാലഘട്ടങ്ങളിലും ജീവിച്ചത് തമ്മിൽ ചെറിയ ചെറിയ സാമ്യങ്ങൾ ദൈവം ഒരുക്കിയതായിട്ട് കാണും. എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി, നമസ്കാരം.